നാലാമത്തെ വർഷം അല്ലേ? ബഡ് ചെയ്തതാണ് നമ്മൾ. നാടൻ തൈ വെച്ചതിന് ശേഷം പിന്നെ ബഡ് ചെയ്ത് എടുത്താണ്. അതുകൊണ്ട് ഒരേ സൈസിലുള്ള നല്ല മുഴുത്ത കായ കിട്ടും. ഇതെന്നുള്ള ജാതിയുടെ നല്ല ബോൾഡുള്ള കായാണ്. ബോൾഡ് പത്രിയാണ് ജാതിയുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. ജാതിക്കുള്ളിലെ പത്രിക്കാണ്. പത്രി ഒരു 3 ഗ്രാം 4 ഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിക്കാരന് ഇതുള്ളൂ, മെച്ചമുള്ളൂ. അത് അതിലേറ്റവും നല്ല ഇനത്തിനെ ഞങ്ങൾ സെലക്ട് ചെയ്താണ് ഒട്ടിച്ച് കൊണ്ടുവന്നത്. പറമ്പിൽ പല ദേശത്തു നിന്ന് മേടിച്ച ജാതിയുണ്ട്. പക്ഷെ അതിനകത്തുനിന്ന് ഏറ്റവും നല്ല അതിൻ്റെ കമ്പെടുത്തിട്ട് നമ്മൾ ബഡ് ചെയ്യുന്നതാണ്. ആ ബഡ് ചെയ്യുന്ന ഭാഗം ചേട്ടൻ തന്നെയാണോ? അതെ, കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കണ്ട ഈ ജാതിക്ക ഇതുപോലെ നമുക്ക് മറ്റു ജാതിയിലേക്ക് ഇത് പകർത്തുന്നതാണ്. ഇതിൻ്റെ ഈ കമ്പെടുത്ത് നമ്മൾ ബഡ് ചെയ്യും. ഇത് കമ്പ് നിർത്തിയിരിക്കുന്നത്. അത് മേടമാസത്തിൽ നമ്മളിത് ബഡ് ചെയ്ത് പുതുമഴ പെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് തളർത്ത് കിട്ടും. പുതിയൊരു ചെടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃഷിക്കാരന് ലാഭം കിട്ടണമെങ്കിൽ എപ്പോഴും നല്ല സാധനം വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഇതുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കായയുടെ പ്രത്യേകത.